ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തെന്മല ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന അണക്കെട്ടുകളിൽ ഒന്നാണ് തെന്മല ഡാം. കല്ലടയാറ്റിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഡാം പരപ്പാർ ഡാം എന്നും അറിയപ്പെടുന്നു. ഞങ്ങൾ വന്ന ദിവസം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് വന്നത്. അപ്പോൾ ചെറിയൊരു മഴപ്പാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡാമിൻ്റെ അങ്ങോട്ട് നല്ലോണം നടക്കാനുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നടന്ന് കാലൊക്കെ വേദനിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പതുക്കെ നടക്കുന്നത്. പിന്നെ ഡാമിൻ്റെ മേലോട്ട് കയറുക എന്നുള്ളത് ഭയങ്കര ഒരു ടാസ്ക്കാണ്. നല്ലോണം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ. അതൊക്കെ കയറി മേലെ എത്താൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. പോയി വന്നവരൊക്കെ പറഞ്ഞു നല്ല ബുദ്ധിമുട്ടാണ് മേലോട്ട് കയറാമെന്ന്. ആ സങ്കടത്തിൽ ഞാൻ ഡാമിൻ്റെ അവിടെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഡാമിനെക്കുറിച്ച് സെർച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. എല്ലാവർക്കും അറിയുന്നതൊക്കെ തന്നെ ആയിരിക്കും, എന്നാലും പറയാം. കല്ലട ജലസേചന പദ്ധതിയുടെ ഭാഗമായാണ് കേട്ടോ ഈ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ജലസേചനത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും ഇതിലെ ജലം ഉപയോഗിക്കും. കല്ലട ഇറിഗേഷൻ ആൻഡ് ട്രീ ക്രോപ്പ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിന് കീഴിലാണ് നിർമ്മാണം തുടങ്ങിയത്. 1961 നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. 1986 ഇത് കമ്മീഷൻ ചെയ്തത്. തെന്മലയിലാണ് കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തെന്മല ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ഓക്കെ, ബായ് ഫ്രണ്ട്സ്. ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.